സുഹൃത്തുക്കളെ, ഇന്ന് 21/7/2024 ഞായർ വൈകുന്നേരം 4 മണിക്ക് പെരുവള്ളൂർ പഞ്ചായത്തിലെ വരപ്പാറ ആൻഫീൽഡ് സോക്കർ ടർഫിൽ വെച്ച് നടന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഈ പരിപാടിൻ്റെ ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്ത് പരിപാടി, ചെറിയൊരു പരിപാടിയല്ലെന്ന്. അല്ല, ചെറിയൊരു പരിപാടിയല്ല, വലിയൊരു പരിപാടിയാണ്. വലിയൊരു ഗിന്നസ് റെക്കോർഡാണ് ഇന്നിവിടെ തകർക്കാൻ പോകുന്നത്. ഒരു മിനിറ്റിൽ 115 ഡിക്ലൈൻ പുഷപ്പിലൂടെ ലോക റെക്കോർഡ് ഇട്ട അസ്കറിൻ്റെ വേറൊരു പെർഫോമൻസാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ആകാംക്ഷയിലാണ്. അതിന് വേണ്ട ക്യാമറ, അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ക്ലോക്ക്, ടൈം നോക്കാനുള്ള ക്ലോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിശദീകരണം ഇതിനോട് ബന്ധപ്പെട്ട ആളുകൾ നൽകും. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, 3 വാർഡിലെ മെമ്പർമാരുണ്ട്. നല്ലവരായ വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, 2 വർഷം മുമ്പ് 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ഡിക്ലൈൻ പുഷപ്പിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ അസ്കർ അവൻ്റെ 2ാമത്തെ അറ്റംപ്റ്റുമായിട്ടാണ് നമ്മുടെ മുന്നിലെത്തിയിട്ടുള്ളത്. ഇന്നിവിടെ നടത്തുന്നത് 2 അറ്റംപ്റ്റുകളാണ്. ഒന്ന് 3 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ നെക്കിൾ പുഷപ്പും, മറ്റൊന്ന് 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ഡയമണ്ട് പുഷപ്പുമാണ്. ആദ്യം നടത്തുന്ന മത്സരം 3 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ നെക്കിൾ പുഷപ്പാണ്. ഇപ്പം നിലവിൽ 3 മിനിറ്റിൽ 204 പുഷപ്പാണ് നിലവിലെ റെക്കോർഡ്. അത് അമേരിക്കക്കാരനായ ലൂയിസ് വാർഗാസ് എന്നൊരാളാണ് നിലവിലെ റെക്കോർഡുള്ളത്. 2022 ജനുവരി 27 അദ്ദേഹം ഈ റെക്കോർഡ് നേടിയത്. ഇതിൽ 3 മിനിറ്റിൽ ഈ പുഷപ്പ് പ്രത്യേകത 3 മിനിറ്റിൽ തുടർച്ചയായിട്ട് ചെയ്യണം നിർബന്ധമില്ല. അതിൻ്റെ ഇടയിൽ അവർക്ക് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാൽ ടൈം നോക്കൽ ടോട്ടൽ 3 മിനിറ്റ് മാത്രം നോക്കുള്ളൂ. അതിനിടയിൽ അവർക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, ചെറിയ പോസ് കൊടുത്തിട്ട് റെസ്റ്റ് എടുത്തതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ 204 ഇപ്പോൾ നിലവിലെ റെക്കോർഡ്. നമുക്കത് മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രത്യാശിക്കാം. അതിനെ അസ്കറിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഗസ്റ്റുമാർ ഇവിടെ ഉണ്ട്. നമ്മൾ ആദ്യം നെക്കിൾ പുഷപ്പ് നടത്തും 3 മിനിറ്റ്. അത് കഴിഞ്ഞ് ചെറിയ റെസ്റ്റ്, ശേഷം അടുത്ത ഡയമണ്ട് പുഷപ്പ് നടത്തും. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫാമിലി ഗിന്നസ് അടക്കം 4 ഗിന്നസ് നേടിയ സലീമ ഷെഫ് ക്ഷണിക്കുന്നു. ചെയ്യിപ്പിക്കൽ പ്രചോദനം, നമ്മൾ ഒരു പ്രോത്സാഹനം കൊണ്ട് അവർക്ക് കൂടുതൽ ഒരു ഊർജം കൈവരിക്കാൻ സാധിക്കണം. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കണം, നല്ല പ്രോത്സാഹനം കൊടുക്കണം നമ്മളിത് ചെയ്യുമ്പോൾ. ടൈം കീപ്പേഴ്സ്, ഞാനിവിടെ 3, 2, 1 ഗോ എന്നുള്ള സിഗ്നൽ കൊടുക്കുന്നതോടുകൂടി ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി നമ്മൾ അറ്റംപ്റ്റ് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 3 മിനിറ്റ് കറക്റ്റിൽ ടൈം കീപ്പേഴ്സ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ 3 മിനിറ്റ് അത് ഓവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് ഓഫാവുന്നു. നിങ്ങൾ ക്യാമറ ഒരിക്കലും ഓഫ് ചെയ്യരുത്. ആ സമയത്ത് ടൈം മാത്രമേ ഓഫ് ചെയ്യുന്നുള്ളൂ. ആ ക്യാമറ ഒരിക്കലും ഓഫ് ചെയ്യരുത്. അത് മൊത്തത്തിൽ കവറേജ് ചെയ്യുന്നത് ആ ഒറ്റ ക്യാമറയിലാണ്. പിന്നെ ആ ഈ 2 സൈഡ് ക്യാമറയിലും ഇയാൾ ചെയ്യുന്ന പുഷപ്പിൽ എന്തെങ്കിലും ഫാൾട്ടുകൾ വരുന്നുണ്ടോ എന്നുള്ളത് അതിൽ നിന്ന് മാത്രമേ ഗിന്നസിൻ്റെ വെബ്സൈറ്റിൽ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. കാരണം അത് നമുക്ക് സ്ലോ മോഷനിൽ കൊടുക്കേണ്ടതാണ്. കാരണം ഇയാൾ ബോഡി ടച്ച് ഈ നിലത്ത് വരാൻ പാടില്ല, ബോഡിക്ക് ഇത്ര പാരലായിട്ട് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ നിയമാവലിയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യതിചലിക്കുന്നുണ്ടോ എന്ന് തെളിയിക്കാൻ ആകെ ഒരു തെളിവ് നമ്മുടെ ഈ സൈഡിലുള്ള 2 ക്യാമറകളാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റേ ക്യാമറ ഇത് അറ്റംപ്റ്റ് അവസാനിച്ച് കഴിഞ്ഞാൽ ഈ ഓഡിയൻസിന് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്യും വേണം. ഓക്കെ, അപ്പം നമുക്ക് ട്രയലായിട്ട് ഒന്ന് ചെയ്യാം. rolling.
ടൈമൊക്കെ കറക്റ്റ് അല്ലേ? 0 ക്യാമറയിൽ കാണില്ലേ ടൈം? 0 ഇല്ലല്ലേ? 3 മിനിറ്റ് കേട്ടോ, 3 മിനിറ്റ്. Go! നമുക്കറിയാം നാടിന് ഒരു പേരും പെരുമയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി കൂടിയായി മാറിയിട്ടുണ്ട്. ആ നിലയിൽ അവൻ്റെ എല്ലാ പരിശ്രമങ്ങളും, കാരണം ഇതിനൊക്കെ ഒരുപാട് അധ്വാനമുണ്ട്, കാര്യങ്ങൾ ചെയ്യാനുള്ള കരുത്തുണ്ടാവേണ്ടതുണ്ട്, മനക്കരുത്തിൽ. ഷവോലൻ ഡ്രാഗൺ കുൻഫു അക്കാദമിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇതിൻ്റെ കൂടെ ഇവിടെ വെച്ചിട്ട് നടന്നിട്ടുണ്ട്. Three, 2, 1, go! തുടർച്ചയായിട്ട് പുഷപ്പിൻ്റെ കംപ്ലീറ്റ് വീഡിയോ കാണിക്കുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പിന്നീട് ഇനിയിപ്പോൾ ഇത് അതിൻ്റേതായിരിക്കുന്ന സമിതി ഇതിൻ്റെ ഫൗളുകളൊക്കെ ഒഴിവാക്കി അത് കൗണ്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഈ റെക്കോർഡിനെ മറികടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അത് പിന്നീട് ഇതിൻ്റെ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.